തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമിട്ട് DMK നിയമസഭാ കക്ഷി നേതാവായി മുൻ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെ ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. പാർട്ടി അധ്യക്ഷൻ MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ചേർന്ന നിർണായക യോഗത്തിലായിരുന്നു തീരുമാനം. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ DMKയുടെ മുഖ്യ ശബ്ദമായി ഇനി ഉദയനിധി സ്റ്റാലിൻ എത്തും. മുൻ മന്ത്രിയും പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ KN നെഹ്റുവിനെ നിയമസഭാ കക്ഷി ഉപനേതാവായും മുൻ മന്ത്രി EV വേലുവിനെ പാർട്ടി വിപ്പായും നിയമിച്ചതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. 234 അംഗങ്ങളുള്ള തമിഴ്നാട് നിയമസഭയിൽ 59 MLA-മാരുമായി DMK പ്രധാന പ്രതിപക്ഷ പാർട്ടിയായാണ് പ്രവർത്തിക്കുക. ഇക്കുറി നടന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ദീർഘകാലം അധികാരത്തിൽ തുടർന്ന DMKയെ പരാജയപ്പെടുത്തി TVKയുടെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിലെത്തുകയായിരുന്നു. എന്നാൽ TVKയ്ക്ക് ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ല. പിന്നീട് ജോസഫ് വിജയ്, കോൺഗ്രസ്, VCK, CPI, CPM, IUML എന്നിവയുടെ പിന്തുണയോടെ ഭൂരിപക്ഷം ഉറപ്പിക്കുകയായിരുന്നു. ആകെ 120 MLA-മാരുടെ പിന്തുണ നേടിയ വിജയ് 118 സീറ്റ് എന്ന ഭൂരിപക്ഷ രേഖ പിന്നിട്ട് സർക്കാർ രൂപീകരിച്ചു. തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിൽ സിനിമയിൽ നിന്ന് നേരിട്ട് അധികാരത്തിലേക്ക് എത്തിയ വലിയ രാഷ്ട്രീയ സംഭവ വികാസമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായ അലയൊലികൾക്ക് ഇപ്പോഴാണ് വ്യക്തത വന്നിരിക്കുന്നത്. അധികാരം നഷ്ടപ്പെട്ട DMK-യിൽ ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരെത്തുമെന്ന ചർച്ചകൾ ശക്തമായിരുന്നു. MK സ്റ്റാലിൻ തന്നെ സഭയിലില്ലാത്ത സാഹചര്യത്തിൽ പാർട്ടിയെ നിയമസഭയിൽ നയിക്കാൻ ആരാകുമെന്നതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പ്രധാന ആകാംക്ഷ. ആദ്യഘട്ട ചർച്ചകളിൽ അന്തിമ തീരുമാനമുണ്ടായിരുന്നില്ലെങ്കിലും ഇന്ന് സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൂടിയാലോചനാ യോഗത്തിലാണ് ഉദയനിധിയെ നിയമസഭാ കക്ഷി നേതാവാക്കാനുള്ള തീരുമാനം പൂർണ്ണമായി ഉറപ്പിച്ചത്. ഇതോടെ തമിഴ്നാട്ടിലെ 17ാമത് നിയമസഭയിൽ മുഖ്യമന്ത്രി വിജയിയും പ്രതിപക്ഷ നിരയിൽ ഉദയനിധി സ്റ്റാലിനും നേർക്കുനേരെത്തുന്ന സാഹചര്യം രൂപപ്പെട്ടു. തമിഴ് സിനിമാ ലോകത്തിലെ രണ്ട് പ്രമുഖ താരങ്ങൾ ഇനി രാഷ്ട്രീയ വേദിയിലും ശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് എന്നതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത. സിനിമയിൽ നിന്ന് ജനകീയ സ്വാധീനം നേടിയ ഇരുവരും ഇനി നിയമസഭയ്ക്കുള്ളിൽ നയപരമായും രാഷ്ട്രീയപരമായും ഏറ്റുമുട്ടുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്കുള്ള സ്വാധീനവും സാമൂഹ്യ മാധ്യമങ്ങളിലെ ശക്തമായ പിന്തുണയും ഈ രാഷ്ട്രീയ പോരാട്ടത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുമെന്നാണ് വിലയിരുത്തൽ. DMK അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കൊളത്തൂർ മണ്ഡലത്തിൽ TVK സ്ഥാനാർത്ഥി VS ബാബുവിനോട് പരാജയപ്പെട്ടതും സംസ്ഥാന രാഷ്ട്രീയത്തിലെ വലിയ ട്വിസ്റ്റായിരുന്നു. വർഷങ്ങളായി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ട മണ്ഡലത്തിൽ സ്റ്റാലിന്റെ തോൽവി DMK-ക്ക് വലിയ തിരിച്ചടിയായി മാറി. ഇതോടെ നിയമസഭയിൽ സ്റ്റാലിന്റെ അഭാവത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്തം ഉദയനിധിയിലേക്കാണ് മാറിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത മണിക്കൂറുകൾക്കകം തന്നെ പ്രതിപക്ഷമായ DMK പുതിയ സർക്കാരിനെതിരെ ആദ്യ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വിജയ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയായാണ് MK സ്റ്റാലിൻ പ്രതികരിച്ചത്. സർക്കാർ രൂപീകരിച്ച ഉടൻ തന്നെ പണമില്ല എന്ന വാദം ഉയർത്തരുതെന്ന് സ്റ്റാലിൻ പറഞ്ഞു. സർക്കാരിന് സാമ്പത്തിക വിഭവങ്ങൾ ഉണ്ടെന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സും കാര്യക്ഷമമായ ഭരണശേഷിയുമാണ് ഏറ്റവും പ്രധാനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. DMK സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റിനെ സ്റ്റാലിൻ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു. കോവിഡ് മഹാമാരി, പ്രളയ ദുരന്തങ്ങൾ, കേന്ദ്ര BJP സർക്കാരിന്റെ സാമ്പത്തിക അവഗണന എന്നിവയെല്ലാം നേരിട്ടിട്ടും നിരവധി ജനക്ഷേമ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാമൂഹ്യക്ഷേമ പദ്ധതികൾ, വനിതാ സഹായ പദ്ധതികൾ, വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ, പൊതുജനാരോഗ്യ വികസനം തുടങ്ങിയ മേഖലകളിൽ DMK സർക്കാർ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും സ്റ്റാലിൻ ഓർമ്മിപ്പിച്ചു. അതേസമയം DMK-യുടെ കനത്ത തോൽവി പാർട്ടിക്കുള്ളിൽ ആത്മപരിശോധനയ്ക്കും വഴിവെച്ചിരിക്കുകയാണ്. അധികാരത്തിൽ നിന്ന് പ്രതിപക്ഷത്തിലേക്കുള്ള മാറ്റം പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. യുവനേതാവായ ഉദയനിധിയുടെ നേതൃത്വത്തിൽ DMK ഇനി എങ്ങനെ രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുത്തും, വിജയ് സർക്കാരിനെതിരെ എങ്ങനെ നേരിടും എന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും സിനിമാ ലോകത്തിൽ നിന്നുള്ള ജനകീയ മുഖങ്ങൾ എത്തുന്നതോടെ തമിഴ്നാട് നിയമസഭകളിലെ ചർച്ചയും രാഷ്ട്രീയ സംഘർഷങ്ങളും കൂടുതൽ ശ്രദ്ധേയമാവുകയാണ്. ജനക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക നയം, കേന്ദ്ര സംസ്ഥാന ബന്ധം, ഭാഷാ രാഷ്ട്രീയം, സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിൽ സഭയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.